ഇങ്ങനെ ഒരു സംഭവം ആ ലൊക്കേഷനിൽ നടന്നിട്ടുണ്ടോ, ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകരെ അടുത്ത് എത്തിക്കാൻ, അങ്ങനെ ഒരു സംശയം എത്തിക്കാൻ ജോഫിനും അതിന്റെ തിരക്കഥാകൃത്തിനും കഴിഞ്ഞു. അപ്പോൾ കമൽ സാർ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്ന അത് ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ സ്ക്രിപ്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ചർച്ചയുള്ളത്. എന്താണ് സാറിന്റെ ഒരു അല്ല, എന്നെ ഇത് പടം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചത് ചോദ്യം തന്നെയാണ്. അങ്ങനെ വല്ല സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കറിയില്ല, ഇവരൊന്നും ആദ്യം കഥ പറയും. ഈ ആടുജീവിതവും മഞ്ഞുമലും ഒക്കെ ട്രൂ സ്റ്റോറി അവസാനം കാണിക്കുമല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇത് ട്രൂ സ്റ്റോറി ആയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഇത് പാരലൽ ഹിസ്റ്ററി. അതെ, ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ പലരും എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ നേരത്തെ ഇത് ഇവിടെ ചോദിച്ചില്ല. ആ ചോദ്യത്തിൻ്റെ ഒരു സംഭവം വെച്ചാൽ കഥ പറയുമ്പോഴും എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സത്യം പറയണത് നിങ്ങൾ വന്നിട്ട് പറയുമ്പോഴും എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തമാശയിട്ടുണ്ട്, കാരണം നമുക്കിത് പരിചയമില്ലാത്ത കാര്യമാണല്ലോ അഭിനയിക്കൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനായിട്ട് വന്ന് പിന്നെ ആൻറ്റോൻ വിളിച്ചു, ഇവരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആശങ്കയോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനൊരു ആഡ് ചെയ്തിട്ട് പറയുകയാണ്. കാരണം പുതിയ ജനറേഷൻ്റെ സിനിമയിലാണ് ഇവർ തുടങ്ങുന്നത്. ലേറ്റായിട്ടായിരിക്കും തുടങ്ങുക. എന്നോട് 9 മണിക്ക് എത്തണമെന്ന് ഷിബു വിളിച്ച് പറഞ്ഞു. ഞാൻ കറക്റ്റ് 9 മണിക്ക് എത്തി അവിടെ. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി. ഇവർ എൻ്റെതല്ല, വേറെ സീൻ എടുക്കാനുണ്ടായിരുന്നു. ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതം, അപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി. ഇവർ കറക്റ്റായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ. അപ്പോൾ നമ്മൾ കേട്ട കഥകളൊക്കെ വെറുതെയാണ്, ഇവരൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഡയറക്ടർ കുറേ പടം ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ എന്നെ വെച്ച് അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു ക്യാമറ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും നമ്മളിവർ ഡീൽ ചെയ്യാന്നുള്ളത്. പക്ഷെ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ സീനൊക്കെ പറഞ്ഞു തന്നു, ഡയലോഗ്സ് എല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഷോട്ട് പറഞ്ഞു തരികയും, ഞാൻ ഇത്രയും പടം ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്, സാധാരണ നിലക്ക് അല്ലേ ജൂനിയർ എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നില്ല. ഇവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കോൺഫിഡൻസാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത്. ഡയറക്ടർക്കും അതെ, അതിൻ്റെ തിരക്കഥാകൃത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു, ക്യാമറാമാനും ബാക്കി ക്രൂ ഈവൺ അസിസ്റ്റൻസും എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ ഭയങ്കര പ്രതീക്ഷ തോന്നിയ സിനിമയിൽ. ശരിക്കും അഭിനയിക്കാൻ ക്യാമറ മുമ്പിൽ വരണം, അതിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നില്ല. ജോഫിൻ്റെ ആദ്യത്തെ പടത്തിലും നമുക്ക് 22-ലല്ലേ പ്രീസ്റ്റ് വരുന്നത്, നമ്മുടെ 21 പ്രീസ്റ്റ് വരുമ്പം 21 ഭയങ്കര ആധുനിക കാലമാണെങ്കിലും തൊപ്പി, താടി, വടി, പട്ടിയൊക്കെ ഉള്ളൊരു മാന്ത്രികനെ പോലുള്ള മമ്മൂക്ക. അതിൻ്റെ കൂട്ടത്തിൽ സാനിയ അയ്യപ്പൻ്റെ ക്യാരക്ടറിനെ മമ്മൂക്കയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റൂല. ഒരു കൊച്ചിൻ്റെ മേത്തുനിന്ന് മഞ്ജു വാര്യർ തെറിച്ച് പുറത്തേക്ക് ആടിയിട്ട് നേരെ നിന്ന് ഡയലോഗ് പറയുന്നു. ഇതെല്ലാം നമുക്ക് ആദ്യം പറയുമ്പം ഇവൻ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ ഈ കാലത്ത് നടക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. പക്ഷെ അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കും. അല്ല, ജോഫിനോടും രാമനോടും ജോണിനോടും ഒരു പ്രത്യേക കടപ്പാട് എനിക്കുണ്ട്. കാരണം സിനിമയിൽ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരം പറയുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഞാനാണ്. ഇതിൽ അല്പ സെൻസുള്ള ബുദ്ധിയുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കൂടെ, വലിയ ബുദ്ധിയൊന്നും അല്ലെങ്കിലും ഒരു ചിന്ത, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൂടെ വിവേകം എന്ന് ചോദിക്കുന്ന തരത്തിൽ അല്പം ബുദ്ധിയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് ജഗദീഷിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ആ ക്യാരക്ടറാണ് വേറെ ഒരാൾക്കും ഈ സിനിമയെ കൊടുക്കാനും പറ്റത്തില്ല. കാരണം ജഗദീഷ് ഏട്ടൻ എഴുതിയ ആ പരിപാടിയിലായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, പഴയ അപ്പുകുട്ടനല്ലല്ലോ ഇപ്പോൾ ജഗദീഷ്. ജഗദീഷ് വളരെ സീരിയസ് ആയിട്ട് റോളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കാരണം പിന്നെ എല്ലാ സിനിമയ്ക്കും ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ട്രെയിലർ കാണിച്ചിട്ട് നിർത്തും എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് ജോഫിൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ഞങ്ങളുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ചോദ്യം ചോദിച്ച നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു.